ആലപ്പുഴയുടെ മണ്ണിൽ വിശുദ്ധിയുടെ അലയൊളികൾ ഞൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചമ്പക്കുളം കല്ലൂർക്കാട് വലിയ പള്ളി അഥവാ സെൻറ്റ് മേരീസ് ബസിലിക്ക. കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നാണ് സെൻറ്റ് മേരീസ് ബസിലിക്ക. AD 427 ഈ ബസിലിക്ക സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇത് പിന്നീട് പല വട്ടം പുനർനിർമ്മാണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചമ്പക്കുളപ്പള്ളി കേരളത്തിലെ തന്നെ ക്രിസ്തുമത വിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നാണ് എന്നതുകൂടി നമ്മൾ അറിയണം. ഒരു തുറസായ സ്ഥലത്ത് വെച്ചിരിക്കുന്ന കൽക്കുരിശാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൃത്യമായ ലിഖിതങ്ങളിൽ അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് AD 1151 ഈ കൽക്കുരിശിൻ്റെ നിർമ്മാണം എന്ന്. പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ആദ്യം സ്ഥാപിച്ചിരുന്ന ഈ കുരിശ് പിന്നീട് പല ഭാഗങ്ങളിലായി മാറ്റി സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഇത് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മുൻഭാഗത്തായിട്ട് വീണ്ടും സ്ഥാപിച്ചിരിക്കുകയാണ്. 2016 നവംബർ 27 പോപ്പ് ഫ്രാൻസിസ് ചമ്പക്കുളം പള്ളിയെ ബസിലിക്കയായി പ്രഖ്യാപിച്ചു. ചങ്ങനാശ്ശേരി ആർച്ച് ഡയോസസിൻ്റെ കീഴിലുള്ള ഒന്നാമത്തെ ബസിലിക്കയാണ്. കൂടാതെ സീറോ മലബാർ സഭയുടെ കീഴിലുള്ള 4ാമത്തെ ബസിലിക്കയുമായി കരുതുന്നു. ഇന്ത്യയിലെ തന്നെ 23ാമത്തെ ബസിലിക്കയാണ് ചമ്പക്കുളം കല്ലൂർക്കാട് ബസിലിക്ക. ഇവിടെ പ്രധാന തിരുനാൾ ദിനങ്ങളിലെല്ലാം തന്നെ ഭക്തജനങ്ങൾക്കായി വിശേഷാൽ സദ്യ ഒരുക്കാറുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ തന്നെ കഞ്ഞിയാണ് ലഭിക്കുന്നത്. തുടർന്ന് എണ്ണയും കിട്ടും. ഈ എണ്ണ തേച്ച് പമ്പയാറ്റിൽ കുളിച്ചെത്തി വിവിധ സ്ഥലങ്ങളിലായി പ്രാർത്ഥനാ നിരതരാകുന്ന ഭക്തജനങ്ങൾക്ക് ഇത് 1 കോടി പുണ്യത്തിനുള്ള ഭാഗ്യമാണ്. തുടർന്ന് ഇവർക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഒരുക്കാറുണ്ട്. ഇതിനായി പ്രധാനമായി നൽകുന്ന ഒരു വിഭവം വർഷങ്ങളായി നൽകി വരുന്ന സാമ്പാറാണ്. എണ്ണത്തിൽ വളരെയധികമുള്ള ഭക്തന്മാർക്കായി സാമ്പാർ ഒരുക്കുമ്പോൾ ഇത് വലിയ തോതിൽ ഒരുക്കേണ്ടതായി വരുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ വെള്ളത്തിൽ കിടക്കുന്ന വഞ്ചികളിലാണ് അന്ന് സൂക്ഷിച്ചിരുന്നത്. ഇന്നതിനായി പ്രത്യേകമായി ഒരു വഞ്ചി തന്നെ നിർമ്മിച്ച് അത് കരയിൽ സ്ഥാപിച്ചിട്ടുണ്ട്.